തൃശ്ശൂർ പൂരം ഒരു അപമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരം ഉണ്ടായത് എന്ന കഥ അറിയാമോ? 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അന്ന് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജ്യം അടക്കി വാണിരുന്ന കാലം. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം. അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല പ്രദേശങ്ങളിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രകൾ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ എത്തിയായിരുന്നു അവസാനിക്കുക. അതായിരുന്നു അന്നത്തെ പൂരം. ഹിന്ദു ഐതിഹ്യപ്രകാരം 30 മുക്കോടി ദേവറുകളും പൂരത്തിൻ്റെ അന്ന് ആറാട്ടുപുഴ പൂരത്തിന് എത്തിച്ചേരുമെന്നായിരുന്നു വിശ്വാസം. എന്നാൽ 1796 ഒരു പൂരക്കാലത്ത് പ്രകൃതി ദേശക്കാരോട് കരുണ കാട്ടിയില്ല. ആർത്തലച്ചെത്തിയ മഴ പൂരത്തിനെത്തിയ ആൾക്കാരെ വല്ലാതെ വലച്ചു. പൂരത്തിന് പുറപ്പെട്ട തൃശ്ശൂർക്കാർക്ക് കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരാനായില്ല. വൈകിപ്പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തൃശ്ശൂർ ദേശത്തെ ജനങ്ങളെ അന്ന് പൂരത്തിൽ നിന്നും വിലക്കി. പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരക്കാട്ടുകാവ്, നെയ്ത്തലക്കാവ്, കണിമംഗലം എന്നീ ദേശങ്ങളിലെ ആളുകളാണ് പൂരത്തിൽ പങ്കെടുക്കാതെ അപമാനിതരായത്. പൂരപ്രേമികളായ തൻ്റെ പ്രജകളെ ആറാട്ടുപുഴ പൂരത്തിന്ന് വിലക്കിയ വാർത്ത അങ്ങനെ ശക്തൻ തമ്പുരാൻ്റെ ചെവിയിലുമെത്തി. തൃശ്ശൂർ ദേശത്തെ ജനങ്ങളെ വിലക്കിയത് ഇഷ്ടപ്പെടാത്ത ശക്തൻ തമ്പുരാൻ അടുത്ത വർഷം മുതൽ വടക്കുംനാഥനെ ആസ്ഥാനമാക്കി പുതിയൊരു പൂരം ആരംഭിക്കാൻ പദ്ധതിയിട്ടു. തൃശ്ശൂർക്കാരുടെ പൂരം ഇനി വടക്കുംനാഥ സന്നിധിയിൽ മതിയെന്നും 1796 തന്നെ ശക്തൻ തമ്പുരാൻ തീരുമാനമെടുത്തു. ഇതാണ് ചരിത്രം. വടക്കുംനാഥൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അങ്ങനെ പൂരം കൊടിയേറി തുടങ്ങി. പൂരത്തിൻ്റെ കാർമ്മികത്വം ശക്തൻ തമ്പുരാൻ ഏറ്റെടുത്തു. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രത്തിലെ ഭഗവതിമാർ ആണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്. പൂരത്തിൻ്റെ മുഖ്യ പങ്കാളിത്തവും ഈ 2 വിഭാഗക്കാർക്കാണ്. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിൽ ഒന്നായ ബാലികാഭാവത്തിലുള്ള ബാലഭദ്രകാളിയാണ് പൂരത്തിൽ പങ്കെടുക്കുന്ന ദേവി. 8 ചെറുപൂരങ്ങൾ കൂടി അടങ്ങുന്നതാണ് തൃശ്ശൂർ പൂരമെങ്കിലും മുഖ്യ പങ്കാളികളായ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് മാത്രമായി ചില അവകാശങ്ങളുമുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ ഇവർക്ക് മാത്രമേ അവകാശമുള്ളൂ. പൂരത്തോട് അനുബന്ധിച്ചിട്ടുള്ള വെടിക്കെട്ടും കുടമാറ്റവും ഈ 2 കൂട്ടരുടെയും മാത്രം അവകാശങ്ങളാണ്. ആറാട്ടുപുഴ പൂരം നടത്തിയിരുന്നത് മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലായിരുന്നു. മേടമാസത്തിലെ പൂരം ദിനത്തിലാണ് തൃശ്ശൂർ പൂരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കപ്പെടുന്നത്. അന്നൊക്കെ വളരെ പരിമിതമായ രീതിയിലാണ് നടത്തിയിരുന്നത്. 1-2 ആനകൾ ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ചമയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് തിരുവമ്പാടിക്ക്. പാറമേക്കാവുകാർക്ക് അന്നൊക്കെ ചമയങ്ങൾ സ്വന്തമായി തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ബ്രഹ്മസം മഠമുണ്ടായിരുന്നു. അവിടുത്തെ ഒരു സ്വാമിയാർ പറയുന്നു, ചമയങ്ങളൊക്കെ ഞാൻ തരാം, പക്ഷേ ഭഗവതി വന്ന് അവിടെ നിന്ന് വാങ്ങണമെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മഠത്തിൽ വരവ് എന്നൊരു വളരെ വിപുലമായ ചടങ്ങായി നടത്തി വന്നു. ഇന്ന് അതൊരു ചെറിയൊരു ചടങ്ങ് മാത്രമായി നടത്തി വരുന്നു. പാറമേക്കാവുകാർക്ക് സ്വന്തമായി ശീലക്കുടകൾ ഉണ്ടായിരുന്നു. അവർ അത് ഉയർത്തിക്കാട്ടി. ഉടനെ തിരുവമ്പാടിക്ക് കുടകളില്ല. നോക്കിയപ്പോൾ പൂരത്തിന് വിൽക്കാനായി കൊണ്ടുവന്നിരുന്ന ഓലക്കുടകൾ എടുത്തുകൊണ്ടുവന്ന് ചൂടിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് കുടമാറ്റത്തിൻ്റെ തുടക്കം എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള കുടമാറ്റമാണ് നടക്കുന്നത്. വിവിധ തരത്തിലുള്ള കുടകളാണ് മാറ്റുന്നത് ഇന്ന്. അടുത്തത് ഇളഞ്ഞിത്തറ മേളമാണ്. പാണ്ടിമേളം ആണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ പാണ്ടിമേളം ക്ഷേത്രത്തിൻ്റെ അകത്ത് കൊട്ടാറില്ല. പിന്നെ വെടിക്കെട്ട്, അതിക്ഷേമം. പക്ഷേ ഈ പ്രാവശ്യം നിർഭാഗ്യവശാൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. യാതൊരു ആപത്തും ഇല്ലാതെ നല്ലതുപോലെ പൂരം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.